ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു ഡെയിലി വ്ലോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം രാവിലത്തെ അധിക കാര്യങ്ങളില്ല എങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും വീഡിയോ. ഇപ്പം ഞാൻ ഇൻട്രോ എടുക്കുമ്പോൾ ഉച്ചയായിട്ടുണ്ട്. ഉച്ചക്കലത്തേക്കുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓർത്ത് എന്തായാലും ഇൻട്രോ പറഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് ഉണ്ടാക്കാൻ പോണത് മുതിരപ്പുളിയാണ്. മുതിരപ്പുളി എന്ന് പറയുമ്പോൾ പാലക്കാടൻ സ്റ്റൈലിലുള്ള ഒരു കറിയാണ്. അതിൻ്റെ നമ്മൾ വെള്ളപ്പയർ പുളി എന്ന് പറഞ്ഞിട്ട് ഒരു റെസിപ്പി ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേത് തന്നെയാണ്. അതിൽ വെള്ളപ്പയറിന് പകരം ഇവിടെ നമ്മൾ മുതിര ഉപയോഗിക്കണം, അത്രയേ ഉള്ളൂ വ്യത്യാസം എന്ന് പറഞ്ഞാൽ. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പാലക്കാടുള്ളവർക്ക് എന്തായാലും അറിയായിരിക്കും. ഒത്തിരി എന്ന് വെച്ചാൽ ഞാനിപ്പം കാണിക്കുന്നത് മുഴുവൻ പാലക്കാട് റെസിപ്പീസ് ആണ്. കാരണം അതാണ് ഏറ്റവും കൂടുതൽ അറിയുന്നതും മിക്ക സമയത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് അതാണ് ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ റെസിപ്പീസൊക്കെ കാണിക്കുന്നത്. പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോയിൽ പിന്നെ വിക്കിൻ്റെ ക്ലാസ്സിനെ കുറിച്ചും ഒക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്, ചെറുതായിട്ടേ ഉള്ളൂ. അപ്പം എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓൺലൈൻ ക്ലാസ്സും അതുപോലെ എങ്ങനെയാണ് വിക്കിൻ്റെ ആ ക്ലാസ് റൂം സെറ്റപ്പും അങ്ങനെ എല്ലാം കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് വിക്കിൻ്റെ ക്ലാസ് റൂമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഹാളുണ്ടല്ലോ, ഹാളെന്ന് പറയുമ്പോൾ ലിവിങ് റൂമിലെ ഒരു ചെറിയ ഭാഗമുണ്ട്. ഇവിടെ നേരത്തെ ടി വി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് അവിടെ വിക്കിൻ്റെ റൂമായിട്ട് സെറ്റ് ചെയ്തതാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്കൂൾ ആദ്യം ഇവൻ സോഫയിൽ ഇരുന്നിട്ട് തന്നെയായിരുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പം ടീച്ചേഴ്സ് പ്രത്യേകിച്ച് പറഞ്ഞു എല്ലാവരും ഒരു ക്ലാസ് റൂം സെറ്റപ്പിൽ തന്നെ ഇരിക്കണം, എന്നാലേ കുട്ടികൾക്കും ആ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ ശരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് വീട്ടിലിരുന്ന് സോഫയിലൊക്കെ ഇരുന്ന് പഠിക്കുമ്പം വിക്കായിരുന്നെങ്കിൽ കിടക്കും തിരിയും മറിയും ഒക്കെ ചെയ്യുമായിരുന്നേ. അപ്പം അതുകൊണ്ട് അങ്ങനെ ടീച്ചറും കൂടെ പറഞ്ഞു. അപ്പം നമ്മൾക്ക് അതിന് വേണ്ടിയിട്ടൊരു സെറ്റപ്പ് ഉണ്ടാക്കി കഴിയുമ്പം അവർക്കും കൂടെ ക്ലാസ്സിലിരിക്കുന്ന ആ ഒരു ഫീല് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പം വിക്കിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം ഇതിനകത്ത് അങ്ങനെ റൂം സെറ്റപ്പ് എന്ന് പറയുമ്പം പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ അവൻ്റെ സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഏരിയയിലോട്ട് ആക്കി, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ വീഡിയോ വ്യാഴാഴ്ച എടുത്തതാണ്, അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ പക്ഷേ ക്ലാസ് റൂം എന്ന് പറയുന്നത് ക്ലാസ്സിൻ്റെ എടുത്തിരിക്കുന്നത് വെള്ളിയാഴ്ചയിലെയാണ്, എന്ന് വെച്ചാൽ വ്ളോഗ് വെള്ളിയാഴ്ചത്തെ ആണല്ലോ എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ അങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇപ്പം ഇവിടെ എങ്ങനെയാണ് ക്ലാസ് എന്ന് വെച്ചാൽ രാവിലെ 8:40 തുടങ്ങുന്നത്. അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. സാധാരണ ക്ലാസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ കൊടുക്കുക, അസൈൻമെൻറ്റ്സ് ഒക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കൂടെ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം കറക്റ്റ് 8:40 സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് 8:40 മുതൽ ഒരു 8:50 വരെ ഇവർക്ക് സൈൻ ചെയ്യാനുള്ള ഒരു ഇതാണ്. ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ് ശരിക്കും. അപ്പോൾ അതേപോലെ തന്നെ അവർ ഈ ഓൺലൈനിലും അങ്ങനെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം അവരുടെ ഈ ടാബ്ലറ്റാണ് ഞാൻ അന്ന് പോയിട്ട് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്താണ് എല്ലാം ആപ്സും ഒക്കെ സെറ്റ് ചെയ്ത് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം വിക്കിക്കായിട്ട് ഇമെയിൽ ഐ ഡിയും ലോഗിനും എല്ലാ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ വേണം നമ്മൾ ലോഗിൻ ചെയ്തിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും സ്കൂൾ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഓരോ ആപ്പും അതുപോലെ ഇവർക്കുള്ള ആക്ടിവിറ്റീസും ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നത്. പക്ഷേ പണി മുഴുവൻ നമുക്കാണെന്ന് മാത്രം. ഇവർ കൊടുക്കുമ്പോൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടേ, അതൊരു വലിയൊരു പണിയാണ്. ഇപ്പം പോരാത്തത് ഈ രാവിലെ 8:40 എന്ന് പറയുമ്പം എല്ലാവർക്കും ഉറക്കം വന്ന് തൂങ്ങിയിട്ടൊക്കെയാണ് ഇരിക്കുന്നത് ക്ലാസ്സിൽ. എന്നുവെച്ചാൽ നേരത്തെയൊക്കെ എണീറ്റ് വിക്കി അത്ര നേരത്തെ ഒന്നും എണീക്കില്ലായിരുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം ക്ലാസ് ഇല്ലെന്ന് വെച്ചാൽ അവൻ നേരത്തെ എണീറ്റ് നല്ല ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ക്ലാസ് ഉണ്ടെങ്കിൽ ഇച്ചിരി മടി കൂടുതലായിരിക്കും, എന്നാലും ഇരിക്കുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ വർഷത്തെ അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മളും ഇപ്പം കൂടെ തന്നെ ഇരിക്കണ്ടേ, അതാണ് നമുക്ക്. ഇപ്പം എനിക്കെന്ന് പറയുമ്പോൾ ഇപ്പം രാവിലെ എണീറ്റ് കഴിയുമ്പം ഒന്നും നടക്കില്ല, ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിലൊക്കെ ഇതിൻ്റെ ഒരു ബ്രേക്ക് വരുമേ. ഇപ്പോൾ ഇവർ രാവിലെ 8:40 തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 9:30 ആവും തോന്നുന്നു, അപ്പോഴത്തേക്കുമാണ് അടുത്തൊരു ബ്രേക്ക് തരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ജോയിൻ ചെയ്യണം ക്ലാസ്സിലോട്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ഇനിയൊന്ന് മാനേജ് ചെയ്ത് സെറ്റായിട്ട് വരണമെങ്കിൽ ഇച്ചിരി ടൈം എടുക്കും. കാരണം ഇപ്പം മുഴുവൻ കോളമായി കിടക്കുക, ഭയങ്കര ലേറ്റ് ആവുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും. പിന്നെ ഇവന് കൊടുക്കുന്ന ആക്ടിവിറ്റീസൊക്കെ നമ്മൾ തന്നെ ചെയ്യണ്ടേ. നമ്മൾ തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടേ, അതുകൊണ്ട് അങ്ങനെയൊക്കെ. പക്ഷെ വിക്കിക്ക് ഇപ്പം ടാബ്ലറ്റിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്.
പുതിയതും ആണല്ലോ, ഇപ്പം കൊടുത്തതല്ലേ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. എന്ന് വെച്ചാൽ എന്താ തരുന്നത് ആക്ടിവിറ്റീസൊക്കെ അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് വിക്കിക്കുട്ടൻ്റെ ക്ലാസ് വിശേഷങ്ങളും ഒക്കെ. ഇവിടുത്തെ ഒരു രീതി ഇങ്ങനെയാണ് ക്ലാസ്സിൻ്റെയൊക്കെ. അപ്പം വീഡിയോ ചെയ്തിട്ടാണ്, ഗൂഗിൾ മീറ്റ് വഴിയാണ് കേട്ടോ ഇവർ ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ പിന്നെ രാവിലെ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞ ശേഷം ടീച്ചറിൻ്റെ മറ്റേത് കണക്റ്റ് ആവുന്നില്ലായിരുന്നു, ഗൂഗിൾ മീറ്റ് എന്തോ പ്രശ്നമായിട്ട്, നെറ്റ്വർക്കിൽ എന്തോ ഇഷ്യൂ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് നമുക്കിന്ന് വ്ളോഗ് എടുക്കാനുള്ള സമയം കിട്ടിയെന്ന് വെച്ചാൽ ബാക്കി വ്ളോഗും കൂടെ എടുക്കാനുള്ള സമയം കിട്ടിയേ. അപ്പോൾ വിക്കിയും കൂടെ വന്നിട്ട് പിന്നെ അതിനുശേഷം രാവിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അപ്പം അവനാ പറഞ്ഞ് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാനായിരുന്നു. അപ്പം അവൻ മിക്സ് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുക്കണം എന്നിട്ട് ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ഇടുന്നത്. അപ്പോൾ അവനാണ് മിക്സ് ചെയ്തത് കേട്ടോ. ഞാൻ ജസ്റ്റ് പൊടിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങ് കൊടുത്തതാണ്. അവനങ്ങ് ഇരുന്നങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി അടുത്ത ക്ലാസ്സിന് ജോയിൻ ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിൽ പിന്നെ ബാക്കിയുള്ളതും വീഡിയോ ഓടി നടന്ന് എടുക്കുമായിരുന്നേ. ഞാൻ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെയാണ് എടുത്തോണ്ടിരിക്കണ്ടായിരുന്നത്. വിക്കി അപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ എടുത്തോണ്ടേ നടക്കുമായിരുന്നു വീട് ചുറ്റും. അപ്പോൾ ഞാൻ രാവിലത്തെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് ദോശയും പിന്നെ വെളുത്തുള്ളി കൊണ്ടൊരു ചട്നിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ ചൂടാക്കിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ഏതെണ്ണ വേണമെങ്കിലും ഒഴിക്കാം. നല്ലെണ്ണയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. വെളിച്ചെണ്ണയിലാണെങ്കിലും ഉണ്ടാക്കാൻ കുഴപ്പമില്ല, നല്ല ടേസ്റ്റി തന്നെ ആയിരിക്കും. അപ്പം ഒരു 1/4 കപ്പല്ല, ഒരു 1/2 കപ്പോളം ഉണ്ട് വെളുത്തുള്ളി, 1/2 കപ്പോളം തന്നെ കുഞ്ഞുള്ളിയും. ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ഈ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇങ്ങനെ ഇളക്കണേ. അപ്പോഴത്തേക്കും ചട്ടിയെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു നോൺ സ്റ്റിക്ക് അല്ലാതെ നമ്മൾ ഈ സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള പ്രശ്നം. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും നോൺ സ്റ്റിക്ക് തന്നെയാണ് ഉപയോഗിക്കുക. നമുക്കാണല്ലോ പണി ഇത് കഴുകാനൊക്കെ. അപ്പോൾ ഇച്ചിരി ഒരു പുളി ഇടാം. ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു പുളിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കാശ്മീരി മുളകാണ് ഇട്ടിരിക്കുന്നത് ഇച്ചിരി കളറിന് വേണ്ടിയിട്ട്. ഇത് ഞാനിപ്പം ഹിന്ദി ചാനലിനും വേണ്ടിയിട്ടും കൂടെ ഷൂട്ട് ചെയ്യുകയാണ്, അതുകൊണ്ടാണ്. അപ്പം അതൊരു 10 എണ്ണോളം ഇടാം, അല്ലെങ്കിൽ എരിവിനനുസരിച്ച്. മറ്റേ മുളകാണെങ്കിൽ 10 എണ്ണമൊന്നും ആവശ്യമില്ല, നല്ല എരിവുണ്ടാവും. പക്ഷേ ഇതാകുമ്പം 10 എണ്ണം ഇട്ട് കഴിഞ്ഞാൽ കൂടെ നല്ല കറക്റ്റായിരിക്കും, അത്ര എരിവുണ്ടാവില്ല. അപ്പോൾ ആ തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക, വെള്ളമൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം പിന്നെ വീണ്ടും നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇനി അതൊന്ന് കടുക് താളിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലോട്ട് കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ ആ ചമ്മന്തിയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അങ്ങനെ ഇരുന്നാൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു എരിവുണ്ടെങ്കിൽ തന്നെ ആ എരിവൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ പിന്നെ ബാക്കി ഗോതമ്പ് ദോശ അവിടെ മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരിച്ചിരി നേരത്തെ കലക്കി വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ദോശയ്ക്ക്, ഗോതമ്പ് ദോശയ്ക്ക്. നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വരും. ഇതിപ്പം പുതിയ ദോശക്കെല്ലാം ആയതുകൊണ്ട്, പുതിയതെന്ന് പറഞ്ഞാൽ പുതിയതല്ല, ഞാൻ ഉപയോഗിക്കാത്തതാണ്. ഇപ്പോൾ ഉപയോഗിച്ചതുകൊണ്ട് അതൊരിച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് അതിലോട്ട് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ദോശ കറക്റ്റായിട്ട് വരാൻ അത്ര കിട്ടുന്നില്ലായിരുന്നു. എപ്പോഴും ഉപയോഗിച്ച് മയം വന്നാലാണല്ലോ ശരിക്കും കല്ലൊക്കെ നന്നായിരിക്കാം. അപ്പോൾ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയൊക്കെ ആയിട്ട്. ഈ ചമ്മന്തി നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണം, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നല്ലൊരു ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്. ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ, എന്ന് വെച്ചാൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. ശരിക്കും നമ്മൾക്ക് വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും അതേപോലെ തന്നെ മുളകും പുളിയും മാത്രം മതി. ഉപ്പും കൂടെ ഇടണം, അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അത്രയും മതി നമ്മൾക്ക്. അതെല്ലാം കൂടെ ഇട്ടിട്ട് അരച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മുതിരക്കറി ഉണ്ടാക്കാം, മുതിരപ്പുള്ളി ഉണ്ടാക്കാം. പിന്നെ ഞാനത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ബീൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നമുക്ക് നമ്മുടെ ഇവിടെ നിന്ന് തന്നെ കിട്ടിയ മൂന്നാമത്തെ ആണെങ്കിൽ ഇത് അവസാനത്തെയാണ്. കാരണം ബീൻസ് ഇനി ഇല്ല, ബീൻസ് തീർന്നു, ഉണങ്ങിപ്പോയി തുടങ്ങി. അപ്പം എന്തായാലും ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതെന്ത് ഉപ്പേരിയാണോ തോരനാണോ മെഴുക്കുവരട്ടിയാണോ എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആലോചിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുകൊണ്ട് എന്തുണ്ടാക്കണമെന്ന്. അപ്പോൾ നമ്മൾക്കിനി കറി ഉണ്ടാക്കാം അല്ലേ? കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ മുതിര നമ്മൾ ആദ്യം വറുക്കാൻ പോവാണ്. കുറച്ചെടുത്ത് കൊടുത്ത ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട് ഞാൻ.
ഞാനിപ്പോൾ ഇത് കുക്കറിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത്. എന്തായാലും ഇതിനകത്താണല്ലോ വേവിക്കാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് വറുത്തതിന് ശേഷം പിന്നെ നമ്മളൊന്ന് കഴുകിയിട്ട് പിന്നെ വെള്ളമൊഴിച്ച് വേവിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇതിപ്പം സാധാരണ നമ്മളൊക്കെ വീട്ടിലൊക്കെ അമ്മയൊക്കെ എപ്പോഴും ഇങ്ങനെ പയറുവർഗ്ഗങ്ങളൊക്കെ ഉണ്ടാക്കുവാണെങ്കിലും വറുത്തെടുക്കുക ആദ്യം തന്നെ. ഇപ്പം പൊതുവെ എല്ലാവരും ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ടല്ലേ വേവിച്ചെടുക്കുന്നത്, എന്നുവെച്ചാൽ കുതിർത്തതിന് ശേഷം. പക്ഷെ നമ്മൾ വീട്ടിലിപ്പം വെള്ളപ്പയറെന്ന് പറയുമ്പോൾ വൻപയറാണെങ്കിലും അതേപോലെ തന്നെ ചെറുപയറാണെങ്കിലും ശരി, മുതിരയാണെങ്കിലും ഒക്കെ, പിന്നെ നമ്മുടെ ഈ പുളിയവരയ്ക്ക അങ്ങനത്തെയൊക്കെ ഇതുണ്ടല്ലോ, അതെല്ലാം നമ്മളിങ്ങനെ വറുത്തെടുത്തതിന് ശേഷമാണ് ഇങ്ങനെ വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ശരിക്കും നല്ലൊരു മണം ഉണ്ടാവും, നമ്മുടെ കറിക്ക് തന്നെ നല്ലൊരു മണമായിരിക്കും. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്കൊക്കെ ഇങ്ങനെ വറുത്തതാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇങ്ങനെ കുതിർത്തിട്ടും വെക്കാറുണ്ട്. ഇപ്പം ചെറുപയർ അങ്ങനെയൊക്കെ കുതിർക്കാറുണ്ട്. പക്ഷെ എന്നാലും മിക്ക സമയത്തും ഇങ്ങനെ വറുത്തിട്ട് വെക്കുന്നതാണ് കൂടുതൽ നല്ലതായിട്ട് തോന്നിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പാലക്കാടുള്ളവർക്ക് ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള കറികളായിരുന്നു ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിതൊക്കെ കാണിക്കുമ്പോഴൊക്കെ ഇതാണോ വലിയ കറിയായിട്ട് കാണിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ പാലക്കാടല്ലാതെ അങ്ങനെ പുറത്ത് അധികം പേര് അങ്ങനെ ഉപയോഗിക്കാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ടൈപ്പിലുള്ള കറി വെക്കാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മുതിര കൊണ്ട് രസം ഉണ്ടാക്കും, അതുപോലെ ചമ്മന്തി ഉണ്ടാക്കും. ചമ്മന്തിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുമായിരിക്കുമല്ലോ. രസമൊക്കെ തമിഴ്നാട്ടിലാണ്, ഞാൻ ചെന്നൈയിൽ പോയതിന് ശേഷമാണ് മുതിര കൊണ്ടുള്ള രസമൊക്കെ കണ്ടിരിക്കുന്നത്. പിന്നെ ചമ്മന്തി നല്ല ടേസ്റ്റാണ്. ഒരു ദിവസം അതിൻ്റെ റെസിപ്പി ഇടാം. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയതിന് ശേഷം ഞാനിപ്പം കുക്കറിൽ വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട്. ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4-5 വിസിൽ വെക്കാം. കാരണം മുതിരയല്ലേ, അപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മുതിര വേവുന്ന സമയം കൊണ്ട് നമ്മൾക്കിനി ബീൻസൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ വിക്കിയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ കളിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം ബീൻസിൻ്റെ കൂടെ ഈ പയറും കൂടെ ഉണ്ട്. നമ്മൾക്ക് ആ പയറും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേയൊക്കെ ഇങ്ങനെ മൂത്ത് നിൽക്കുമായിരുന്നു, അതിനകത്ത് നിന്നിങ്ങനെ പറിക്കാതെ. അപ്പോൾ അതിൻ്റെ ആ പയറിൻ്റെ മണികളും കൂടിയിട്ട് എടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ബീൻസിൻ്റെ ഇതിൽ ഇനിയിപ്പോൾ തനിയെ വയ്ക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെ ഫോണിൽ യൂട്യൂബിൽ പരിപാടികൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ജോലികളൊക്കെ ചെയ്യുന്ന സമയത്താണ് ശരിക്കും യൂട്യൂബൊക്കെ കാണുക. ഇപ്പോൾ എന്താണെങ്കിലും വല്ല വ്ളോഗ്സൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ. കാരണം ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞാനിങ്ങനെ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് ഇരുന്ന് യൂട്യൂബ് കാണാറില്ല. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾക്ക് സമയം അങ്ങനെ പോവില്ലല്ലോ. പണിയുടെ കൂടെ അതും കാണാൻ പറ്റും, പണിയും നടക്കും. അങ്ങനെ എത്ര പേര് ചെയ്യാറുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മുതിരയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇതിലോട്ടിനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, ഇത്രയും 3 പൊടികളും കൂടെ ഇട്ടിട്ട് പിന്നെ വീണ്ടും ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ കറക്റ്റ് ചെയ്യാം നമുക്കിവിടെ. ഞാനിപ്പോൾ മുതിരയിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഉപ്പിടേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ഇത് നന്നായി തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഇതിലോട്ട് അരപ്പ് ചേർക്കണം. അപ്പം തേങ്ങയും ജീരകവും മാത്രം ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. വെള്ളവും ചേർത്ത് അരച്ചിട്ട് ഇത് തിളച്ചതിന് ശേഷം നമ്മുടെ അരപ്പ് ഇതിലോട്ട് ഒഴിക്കുക. പിന്നെ പുളിയും കൂടെ നമ്മൾക്ക് വെള്ളത്തിലിട്ട് വെക്കണേ. അത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തേങ്ങ അരച്ചതിന് ശേഷം പുളി ചേർക്കാം, അല്ലെങ്കിൽ പുളി ചേർത്തതിന് ശേഷം തേങ്ങ ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാനിപ്പം രണ്ടും ഒരുമിച്ചാണ് ചേർക്കുന്നത്. പുളി ഒരു നെല്ലിക്ക അളവിലുള്ള പുളി മതി. അത് നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണേ. അപ്പോൾ ഇനി പുളിയും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ നന്നായി തിളപ്പിക്കുക. പിന്നെ വെള്ളമൊക്കെ നമ്മൾക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് ഒഴിക്കാം, പ്രശ്നമില്ല. അപ്പോൾ നമ്മൾക്കിനി ഇത് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് കടുകും ഞാനിപ്പം ഇവിടെ വെളുത്തുള്ളി മാത്രമേ ചേർക്കുള്ളൂ. വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇല്ല, അതുകൊണ്ട് കറിവേപ്പിലയും ചേർക്കുന്നില്ലേ. പിന്നെ നമ്മൾക്ക് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതും കൂടെ ചതച്ചിട്ട് ചേർക്കാം, നല്ലതായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം മുതിരപ്പുളി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബീൻസിൻ്റെ തോരനും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുക. എന്നിട്ട് എണ്ണയിലിട്ടിട്ട് ഒന്ന് കലക്കി എടുക്കുകയാണ്. അതിന് ശേഷം നമ്മുടെ ബീൻസും പച്ചമുളകും കൂടെ ഒരുമിച്ചിട്ട് തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ നമ്മൾക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇവിടെ ഒരിച്ചിരി വെള്ളം ചേർക്കുന്നുള്ളൂ, ഒരുപാട് വേണ്ട. ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ മൂടി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കളറ് നമുക്ക് മാറും. മൂടി വയ്ക്കാതെ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ബീൻസിൻ്റെ അതേ കളർ അങ്ങനെ തന്നെ നിൽക്കും.
അപ്പം അതിന് ശേഷം ഒരു ഇച്ചിരി തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർത്തിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. വെന്തതിന് ശേഷമാണ് തേങ്ങ ചേർക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾക്ക് നമ്മുടെ കൊത്തവരയ്ക്ക വറ്റലുണ്ടല്ലോ, ഞാൻ പറഞ്ഞായിരുന്നില്ലേ, അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറുത്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ജസ്റ്റ് വറുത്തെടുക്കുക, അത്രയേ ഉള്ളൂ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെയാണ് വറുത്തെടുക്കേണ്ടത്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇത് ശരിക്കും. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റുമാണ്. പക്ഷേ ഒരു ഇച്ചിരി കയ്പ്പൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ വറ്റലായിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ ഇത്രയും മതിയെന്ന് വിചാരിച്ചിട്ടിരുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ പാലെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ. അപ്പം തേങ്ങാപ്പാലെടുത്തതിൻ്റെ തേങ്ങ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ പിഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, തേങ്ങാപ്പീര, അത് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ഇച്ചിരി പുളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു നല്ല നാരങ്ങ വലുപ്പത്തിലുള്ള പുളി തന്നെ ഇട്ടിരിക്കുന്നത്. കാരണം ഒരു 2 കപ്പോളം ഉണ്ടാവും നമ്മുടെ തേങ്ങ. അപ്പോൾ അതിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. നന്നായിട്ട് വറുത്തെടുത്തിട്ട് പിന്നെ കുറച്ച് ഉണക്കമുളകും കൂടെ ചേർത്ത് ഒരു ബ്രൗൺ കളർ, ഒരുപാട് തീയലിന് വറുക്കുന്ന പോലെ വറുക്കേണ്ട ആവശ്യമില്ല, ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഉപ്പും കൂടെ ചേർത്ത് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. ഇത് നല്ല ടേസ്റ്റുള്ള ചമ്മന്തി പൊടിയാണ്, ശരിക്കും പൊടിയാണ്, ഇതിൽ വെള്ളമൊന്നും ചേർക്കില്ല. അപ്പം ഇത് വീട്ടിലെപ്പോഴും അമ്മ ഉണ്ടാക്കുന്നതായിരുന്നു സ്കൂൾ ടൈമിലൊക്കെ. അപ്പം അത്രയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയണത്. നല്ല എളുപ്പത്തിൽ തന്നെ ലഞ്ച് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ ഒരു ലഞ്ച് മെനു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റിയാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ലഞ്ച്, ഉച്ചക്കലത്തെ ഊണെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം ആയപ്പോഴത്തേക്കും വിക്കിക്ക് ഒരു നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. ഒത്തിരി നാളായി നൂഡിൽസ് ഉണ്ടാക്കിയിട്ട്. അപ്പം അവന് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അത് ഇവിടുത്തെ ഒരു നൂഡിൽസ് ആയതുകൊണ്ടാണ് ഈ മസാല ഒരു മഞ്ഞ കളറിലിരിക്കുന്നത്, അത്ര എരിവൊന്നും ഉണ്ടാവില്ല. അപ്പം നൂഡിൽസൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തിൽ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസമൊക്കെ പോയി. എല്ലാം പെട്ടെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. കൊറോണ കാരണം ശരിക്കും ദിവസങ്ങൾ പോകുന്നതേ അറിയുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് മാറി എല്ലാം പഴയ പോലെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഇരുട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം പകലാവാതിരിക്കില്ലല്ലോ. അപ്പം അത്രയേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.